മൊസാദിനെ ഇന്ത്യയിൽ കൊണ്ടുവന്ന് നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിശേഷിച്ച് നമ്മുടെ റോയ്ക്ക് പരിശീലനം കൊടുക്കണമെന്നൊക്കെ വരെ ആൾക്കാർ കമന്റ് ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതിന്റെ കാരണം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയെക്കുറിച്ച് കാര്യമായിട്ടുള്ള ബോധമില്ലാത്തത് കൊണ്ടാണ് മൊസാദിനെ കുറിച്ച് അല്ലെങ്കിൽ മൊസാദിനെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ ഏജൻസിക്ക് പരിശീലനം കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. മൊസാദ് ലോകത്തിലെ ഒന്നാം തരം ഒരു മികച്ച ഒരു ഒരു രഹസ്യാന്വേഷണ ഏജൻസിയാണെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അതിനെ ഇന്ത്യയുടെ റോയേക്കാൾ മികച്ചതാണ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് നമുക്കത് പറയാൻ സാധിക്കുക? ഒരു രഹസ്യാന്വേഷണ ഏജൻസി എന്ത് തരം പെർഫോമൻസ് കാഴ്ചവെക്കുമ്പോഴാണ് നമ്മൾ അതിന്റെ പ്രവർത്തനത്തെ മികച്ചത് എന്ന് പറയുന്നത്? സാധാരണ രീതിയിൽ രഹസ്യാന്വേഷണ ഏജൻസികളുടെ സ്വഭാവം എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന മിഷൻസ് ഒരു മനുഷ്യന് അറിയില്ല എന്നുള്ളതാണ്. വളരെ അപൂർവമായി മാത്രമേ അതെന്തെങ്കിലും പുറത്തു വരാറുള്ളൂ, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ എപ്പോഴെങ്കിലും അത് എത്രയെങ്കിലും കാലം കഴിഞ്ഞിട്ട് തുറന്നു പറയണം. ഈ അടുത്തിടെ ഇന്ത്യയുടെ ഒരു മുൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്റെ ചില വീഡിയോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസികളിൽ ഒന്നാണ് ഇന്ത്യക്കുള്ളത് എന്ന് നമ്മളിൽ ഏതൊരു ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. അത്രയും മികച്ചൊരു ഏജൻസി നമുക്കുണ്ട്. കാരണം അമേരിക്കയെ പോലെ വളരെ ലക്കി ആയിട്ടുള്ള ഒരു രാജ്യമൊന്നുമല്ല ഇന്ത്യ. നമ്മുടെ ചുറ്റിനും ശത്രുക്കളാണ്. അമേരിക്ക വളരെ സേഫ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസി നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയുമ്പോൾ അവർക്കൊപ്പം പ്രവർത്തിക്കുന്ന ഏജൻസികളെ കൂടി നമ്മൾ കാണണം. ഇസ്രയേലുമായിട്ട് തന്ത്രപ്രധാനമായ ഡേറ്റകൾ അടക്കം ഷെയർ ചെയ്യുന്ന ഏജൻസീസ് ആരൊക്കെയാണ്? ഒന്ന്, അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ, CIA ഉൾപ്പെടെ അതിനകത്ത് വരുന്നുണ്ട്. കൂട്ടത്തിൽ 5 ഐസ് എന്ന് വിളിക്കുന്ന രാജ്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് പെടുത്താം. അതിനകത്ത് ബ്രിട്ടന്റെ രഹസ്യാന്വേഷണ ഏജൻസി ഉൾപ്പെടുന്നുണ്ട്. കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികളും ഉൾപ്പെടുന്നുണ്ട്. സോ മൊസാദ് എന്ന് പറയുന്നത് ഒറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഒരു വലിയ ടീം തന്നെയുണ്ട്. വേണമെങ്കിൽ അവരെ നമുക്ക് ഗാങ്സ്റ്റർ എന്ന് വിളിക്കാം. പക്ഷെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയെ മോൺസ്റ്റർ എന്ന് വിളിക്കേണ്ടി വരും. കാരണം ഒറ്റയ്ക്കാണ്. ഈവൻ ISIക്ക് പോലും, പാക് ചാര സംഘടനയ്ക്ക് പോലും ചൈനീസ് ചാര സംഘടനകളുമായിട്ടും അമേരിക്കൻ ചാര സംഘടനകളുമായിട്ടും അടുത്ത ബന്ധമുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ അമേരിക്കയുടെയോ റഷ്യയുടെയോ ഒക്കെ രഹസ്യാന്വേഷണ ഏജൻസികളുമായി ഏതെങ്കിലും തരത്തിലുള്ള കണക്ഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വളരെയധികം ലിമിറ്റഡ് ആയിരിക്കും അത്, വിശേഷിച്ച് US-ഉമായിട്ട്. കാരണം എന്ന് വെച്ചാൽ US-ന്റെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ അങ്ങനെയാണ്. ഒരിക്കലും അവർ ഇന്ത്യയെ ഒരു സഖ്യരാജ്യമായിട്ട് കണ്ടിട്ടില്ല. ഇന്ത്യയും അവരെ ഒരു സഖ്യരാജ്യമായിട്ട് കണ്ടിട്ടില്ല. മ്യൂച്വൽ ബെനിഫിറ്റിനനുസരിച്ച് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ ഒരേ താല്പര്യമുണ്ട്, എന്നാൽ ചില വിഷയങ്ങളിൽ വ്യത്യസ്ത താല്പര്യം, അങ്ങനെ ഓരോ ടോപ്പിക്ക് ബേസ് ചെയ്ത് മാത്രം സഹകരിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും US-ഉം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പരിമിതമായിട്ടുള്ള ഒരു കണക്ഷൻസ് മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ കുറച്ച് മാത്രം ഡേറ്റകളെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? അത്രയും രഹസ്യാത്മകത അവർ പുലർത്തുന്നത് കൊണ്ടാണ്. ഇനി മൊസാദിന്റെ മികവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നാൽ ഒക്ടോബർ 7 നടന്നത് എന്തായിരുന്നു? അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പിഴവല്ലേ? അപ്പോൾ ആരും അത്ര 100% പെർഫെക്റ്റ് ഒന്നുമല്ല. ഇനി ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പലരുടെയും വിചാരമാണ് ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് എന്തോ ഭയങ്കരമായിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തോ ആണ്. ഇസ്രായേലിന് എന്തെങ്കിലും ഒരു എക്സ്ട്രാ പവർ ഉണ്ട്. റിലീജിയസ് കാര്യങ്ങളെല്ലാം മാറ്റിവെക്കൂ. നമ്മൾ രാജ്യങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ എപ്പോഴും നമ്മൾ വീഡിയോകളിൽ ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് എന്തെങ്കിലും ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഉള്ളതുകൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സപ്പോർട്ട് ഇല്ല എന്ന് കരുതുക. ഇസ്രായേൽ എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റിലെ വിഷയങ്ങളിൽ ഇടപെടാൻ പോകുന്നത്? ഇപ്പോൾ അമേരിക്ക പറയാണ്, ഇസ്രായേലിനെ ഞങ്ങൾ ഇനി സപ്പോർട്ട് ചെയ്യുന്നില്ല, ഞങ്ങൾ അവർക്ക് എയർക്രാഫ്റ്റുകൾ കൊടുക്കുന്നില്ല, വെപ്പൺസ് കൊടുക്കുന്നില്ല, നമ്മൾ ഇനി അവർക്ക് അവരുടെ ഡിഫൻസ് ബഡ്ജറ്റിലേക്ക് ഒരു പൈസ കൊടുക്കുന്നില്ല, ഇസ്രായേലിനുമായിട്ട് യാതൊരു ബന്ധവും ഇനി നമുക്കില്ല, ഇസ്രായേലുമായിട്ട് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കുള്ള റിലേഷൻഷിപ്പ് അടക്കം എല്ലാം ഞങ്ങളിവിടെ കട്ട് ചെയ്യുകയാണ്, ഞങ്ങൾ ഇനി ഇസ്രായേലിനൊപ്പം ഇല്ല എന്ന് US പറഞ്ഞാൽ US-നൊപ്പമുള്ള അവരുടെ സഖ്യകക്ഷികൾ ആരും പിന്നെ ഇസ്രായേലിന്റെ കൂടെ ഉണ്ടാവില്ല. ഓൾറെഡി നമുക്കറിയാം പല രാജ്യങ്ങളും ഇസ്രായേലിന്റെ കൂടെ ഇല്ല. ഈവൻ നാറ്റോ അംഗരാജ്യങ്ങളൊന്നും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനേ പോകുന്നില്ല. ഓൾറെഡി നമുക്കറിയാമല്ലോ ഫ്രാൻസ് ഒക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. സോ ഇസ്രായേൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം എന്ത് ചെയ്യും? ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും. ഒരു സംശയവും അതിനകത്തില്ല. ഇനി ഇസ്രായേലിന്റെ കയ്യിലെ ആണവായുധം പോലും എങ്ങനെ വന്നു എന്നതൊരു വലിയ ചോദ്യമാണ്. ഇസ്രായേൽ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണോ, US-ന്റെ സപ്പോർട്ടോട് കൂടി കിട്ടിയതാണോ? ഇത് പറയാൻ കാരണം ഇസ്രായേൽ ഇത്രയും വളരെയധികം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവർക്ക് സ്വന്തമായിട്ടൊരു യുദ്ധവിമാനം ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നില്ല. F-16 പോലെ, F-22 പോലെ, F-35 പോലെ സ്വന്തമായിട്ട് ഒരെണ്ണം ഇല്ല. അവരുടെ പ്രധാനപ്പെട്ട എയർക്രാഫ്റ്റുകളെല്ലാം US മെയ്ഡാണ്.
അവരുടെ പ്രധാനപ്പെട്ട ആയുധങ്ങളെല്ലാം US മെയ്ഡാണ്. അവർക്ക് അമേരിക്ക എല്ലാ വർഷവും 3, 4, 5 ബില്യൺ US ഡോളർ സഹായം കൊടുക്കുന്നുണ്ട് അവരുടെ ഡിഫൻസ് ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇപ്പൊ ഇസ്രായേലിന് സിറിയയിലുകാരെ അടിക്കാൻ പറ്റുന്നു, ഹമാസിനെ അടിക്കാൻ പറ്റുന്നു, ലെബനനെ അടിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ചോര തിളച്ചുകൊണ്ട് അവരും പറയും, ഓഫ് ഇന്ത്യക്ക് എന്താണ് അതുപോലെ ചെയ്തുകൂടാത്തത്, ഇന്ത്യക്കും അങ്ങനെ ചെയ്തുകൂടെ, അങ്ങോട്ട് കയറി അടിക്കണം, ധൈര്യം കാണിക്കണം, നട്ടല് വേണം, നമ്മൾ അങ്ങോട്ട് കയറി അങ്ങോട്ട് ബംഗ്ലാദേശിനെ അടിക്കണം, അല്ലെങ്കിൽ അങ്ങ് ചൈനയെ അടിക്കണം, അങ്ങ് പാകിസ്ഥാനെ അടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു ചെറിയ വ്യത്യാസം എന്താണെന്നറിയോ? ഇസ്രായേലിന്റെ കൂടെ അമേരിക്ക ഉണ്ട്. അമേരിക്ക കൂടെ ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തിനെയും കയറി അടിക്കാം. കാരണം വേൾഡിലെ നമ്പർ 1 പവർ എന്ന് പറയുന്നത് US ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, എങ്ങനെയാണ് യുക്രൈന് വർഷങ്ങൾ എത്രയാവാൻ പോകുന്നു റഷ്യയുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട്, എങ്ങനെയാണ് യുക്രൈനെ പോലെ ഒരു ചെറിയ രാജ്യത്തിന് റഷ്യ ഒരാഴ്ച കൊണ്ട് ജയിക്കുമെന്ന് പലരും വിധി എഴുതിയ യുദ്ധം ഇപ്പോഴും റഷ്യക്ക് ജയിക്കാൻ കഴിയാതെ, എന്നാൽ യുക്രൈൻ റഷ്യയുടെ ചില പ്രദേശങ്ങൾ പോലും പിടിച്ചെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടു. മോസ്കോയിലടക്കം ആക്രമണം നടത്തുന്ന നിലയിലേക്ക് യുക്രൈൻ എങ്ങനെയാണ് മാറിയത്? അവിടെയാണ് US സപ്പോർട്ട്. ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ബംഗ്ലാദേശിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണെന്ന് കരുതുക. F-16 കൊടുക്കുന്നു, F-35 കൊടുക്കുന്നു, അവരുടെ കൈവശമുള്ള ഡ്രോണുകൾ കൊടുക്കുന്നു, അവരുടെ കൈവശമുള്ള അറ്റാക്ക് ഹെലികോപ്റ്റേഴ്സ് കൊടുക്കുന്നു, അവരുടെ കയ്യിലുള്ള ആണവ അന്തർവാഹിനികൾ അവർക്ക് പാട്ടത്തിന് കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു 1, 2 വിമാനവാഹിനി കപ്പലുകളെ സപ്പോർട്ടിന് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ വന്നിട്ട് പറയാണ് നിങ്ങൾ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് നമ്മുടെ മുമ്പിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ശത്രുവായിട്ട് മാറുകയാണ് ആ സമയത്ത്. കാരണം തൊട്ടുപുറകിൽ US ഉണ്ട്, വേൾഡിലെ നമ്പർ 1 പവർ എന്ന് പറയാവുന്ന ഇന്ത്യയെക്കാൾ പല മടങ്ങ് മിലിറ്ററി സ്ട്രെങ്ത്തും എക്കണോമിക് സ്ട്രെങ്ത്തും ഉള്ള US സപ്പോർട്ടുള്ള ബംഗ്ലാദേശ് വളരെയധികം അപകടകരമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറും. കാരണം ഈവൻ ഒന്നുകൂടി ചിന്തിക്കൂ, ഇപ്പൊ ബംഗ്ലാദേശിൽ അമേരിക്ക കൊണ്ടുവന്ന് ഇന്ത്യ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു കുറച്ച് ആണവ ആയുധങ്ങൾ കൂടി ഘടിപ്പിച്ചിരിക്കുകയാണെന്ന് കൂടെ കരുതുക. അത് എത്രത്തോളം ഒരു ഭീഷണി നമുക്ക് ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവിടെ എന്താണ് ഇസ്രായേലിന്റെ സ്ട്രെങ്ത് എന്ന് ചോദിച്ചാൽ അത് നിസ്സംശയം നമുക്ക് പറയാം US ആണ്. അമേരിക്കയുടെ സപ്പോർട്ടാണ് ഇസ്രായേലിന്റെ ശക്തി. അവിടെയാണ് ഇസ്രായേലിന് ആരെയും കയറി അടിക്കാൻ ധൈര്യം കിട്ടുന്നത്. US പുറമേ പറയുന്ന കുറെ സ്റ്റേറ്റ്മെന്റുകളൊന്നും ആരും എടുക്കരുത്. US ഈ ഇസ്രായേലും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഈ റിലേഷൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഒരുപാട് റിലേഷൻ ഉണ്ട്. അതിലൊരു റിലേഷൻ കാരണം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് F-35 പോലെയുള്ള 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലിരിക്കുകയാണ്. എന്താണെന്നറിയോ? ഈ ഇസ്രായേലും നമ്മുടെ US തമ്മിലുള്ള ഒരു കരാർ അനുസരിച്ച് അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്ന ആയുധങ്ങളെക്കാൾ മികച്ചതോ അത്രയും തന്നെ പവർഫുൾ ആയിട്ടുള്ള ആയുധങ്ങൾ അയൽ രാജ്യങ്ങൾ, ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങൾക്കൊന്നും കൊടുക്കാൻ പാടില്ല. അതായത് മിഡിൽ ഈസ്റ്റിൽ ആർക്കും കൊടുക്കാൻ പാടില്ല. സൗദി അറേബ്യയ്ക്ക് ഈ F-35 എന്ന് പറയുന്ന യുദ്ധവിമാനം വാങ്ങണമെന്നുണ്ട് അമേരിക്കയുടെ അടുത്തുനിന്ന്. പക്ഷേ വാങ്ങാൻ പറ്റുന്നില്ല, US കൊടുക്കുന്നില്ല. കാരണം എന്താണ്? ഓൾറെഡി F-35 ഒക്കെ ഇസ്രായേലിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഇസ്രായേലിന്റെ കയ്യിലുള്ള അതേ ആയുധങ്ങൾ ഒരിക്കലും സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങൾക്ക് കൊടുക്കില്ല എന്നുള്ളതാണ് അമേരിക്കയുമായിട്ടുള്ള കരാറ്. സോ ഇങ്ങനെ ഒരുപാട് എഗ്രിമെന്റ്സ് ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഇസ്രായേലിനെ അമേരിക്ക റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സൗത്ത് കൊറിയ, ജപ്പാൻ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഇങ്ങനെയൊക്കെയുള്ള അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങളെ അമേരിക്ക റെസ്പെക്ട് ചെയ്യാറില്ല, അത്ര വാല്യൂ കൊടുക്കുന്നില്ല. ചിലപ്പോൾ ബ്രിട്ടനെയൊക്കെ ഒരു പരിധി വരെ US റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അപ്പോഴും അത്ര അങ്ങോട്ട് ഇമ്പോർട്ടൻസും വാല്യൂ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ ജൂതന്മാരോട് അമേരിക്കയ്ക്ക് കുറച്ചൊരു ബഹുമാനമൊക്കെ ഉണ്ട്. അത് ഒരു പക്ഷേ വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു ചരിത്രം, അവരുടെ ഒരു ഗ്ലോബൽ ഇൻഫ്ലുവൻസ്, US വളരെ പ്രധാനപ്പെട്ട പല മേഖലകളിലും അവർക്ക് സ്വാധീനമുണ്ട്. അതൊക്കെ കൊണ്ടുകൂടിയാകാം. കാരണം ഈ ഇസ്രായേൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജൂത മതക്കാരുള്ളത് അല്ലെങ്കിൽ ജൂത വംശജരുള്ളത് US അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബന്ധം കൂടിയുണ്ട്. ശരിക്കും പ്രതിരോധ വിദഗ്ധരായിട്ടുള്ള പലരും പറയുന്നത് എന്താണെന്നറിയോ? മിഡിൽ ഈസ്റ്റിലെ അല്ലെങ്കിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഒരു അമേരിക്കയാണ് ഇസ്രായേൽ എന്നാണ്. അതായത് ഇസ്രായേലും അമേരിക്കയും രണ്ടല്ല, അത് ഒന്നാണ് ആക്ച്വലി. അമേരിക്കയുടെ ഒരു പാർട്ട് ഈ മിഡിൽ ഈസ്റ്റിന്റെ ഒരു ഭാഗത്ത് കിടക്കുന്നതാണ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. അതിന്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ US ഇസ്രായേലിൽ ഉള്ളത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ ജൂതമത വിശ്വാസികളുള്ളത്. അപ്പം ഇതൊന്നാണ് ഇവർ രണ്ടും രണ്ടായിട്ട് ആർക്കും കാണാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ ഈ മിഡിൽ ഈസ്റ്റിൽ ആക്രമണം നടത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ ആക്രമണം നടത്തുന്നതാണ്. ഇസ്രായേൽ ഹമാസിനെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ധ്വനി കൂടിയുണ്ട്, US ആക്രമിക്കുന്നു എന്നുകൂടി പറയേണ്ടി വരും. കാരണം ഇസ്രായേലിന്റെ കൈവശമുള്ള ഒരു 60 മുതൽ 70% ആയുധങ്ങൾ US മെയ്ഡ് ആയിട്ടുള്ള ആയുധങ്ങളാണ്, അല്ലെങ്കിൽ നാറ്റോയിലെ അംഗരാജ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങളാണ്. ഒരു സ്വതന്ത്രമായ ജൂതരാജ്യമാണ്, UN അംഗമാണ്, ഒരു പരമാധികാര രാജ്യമാണെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ഇവിടെ കാണാതെ പോകുന്നൊരു കാര്യം,
അലാസ്ക പോലെ അമേരിക്കയുടെ ഒരു പ്രവിശ്യയെ പോലെയാണ് ഇസ്രയേൽ. പക്ഷെ അതിന് കുറേ പരമാധികാരങ്ങളുണ്ട്, അത്രമാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ പലരും പറയുന്ന വേറൊരു പോയിന്റ്, ഈ ഇസ്രയേലിൽ അമേരിക്കൻ സൈനികർ ഇപ്പോൾ നമ്മുടെ ജപ്പാൻ അല്ലെങ്കിൽ സൗത്ത് കൊറിയ പോലെയുള്ള രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇസ്രയേലിൽ അമേരിക്കൻ സൈനികർ വളരെ കുറവാണല്ലോ എന്നതാണ്. അതായത് ഇത് അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് കുറവാണ്, കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആണ് ഇസ്രയേൽ എന്ന് കാണിക്കാനുള്ള ഒരു ഒരു ഉദാഹരണമായിട്ടാണ് പലരും പറയാറ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ജപ്പാനിൽ അവർക്ക് അവരുടെ സൈനികരുടെ സാന്നിധ്യം വേണം, സൗത്ത് കൊറിയയിൽ വേണം, ചിലപ്പോൾ തുർക്കിയിൽ വേണം. പക്ഷെ ഇസ്രയേലിൽ ആവശ്യമില്ല. എന്താണെന്നറിയോ, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള കരാറുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ US-ഉം ഇസ്രയേലും രണ്ടല്ല, അത് ഒന്നാണ്. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് പിന്നെ അമേരിക്കക്കാരായിട്ടുള്ള പട്ടാളക്കാർ വേണ്ട. ഇസ്രയേലികൾ എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയുടെ ആൾക്കാർ തന്നെയാണെന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അവിടെ. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഇവിടെയുണ്ട്. അപ്പോൾ മൊസാദ് പവർഫുൾ ആവുന്നത് ഫൈവ് ഐസിന്റെ സപ്പോർട്ട് കൂടി വരുമ്പോഴാണ്. പക്ഷെ ഇന്ത്യയുടെ റോയ് എന്ന് പറയുന്നത് ശരിക്കും വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഏജൻസിയാണ്. എങ്ങനെയാണോ ഇന്ത്യയുടെ ഫോറിൻ പോളിസി, അതുപോലെ തന്നെയാണ് നമ്മുടെ റോയുടെയും പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്, നമ്മളുടെ ചിന്തകൾക്കപ്പുറമാണത്. ഇനി മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഫോറിൻ പോളിസി ഒരിക്കലും ഇസ്രയേലിനില്ല. ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ഇസ്രയേൽ ഇന്ത്യയുമായിട്ട് ഒരു സ്പെഷ്യൽ റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിന്റെ കാരണം ചരിത്രപരമായിട്ടുള്ള ബന്ധമാണ്. അത് ജൂതമത വിശ്വാസികൾക്ക് ഇന്ത്യയോടുള്ള ഒരു പ്രത്യേക താല്പര്യം കൂടി അതിനകത്തുണ്ടെന്ന് കൂട്ടാം. കൂട്ടത്തിൽ പാകിസ്ഥാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു ശത്രുതയും അതിന്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനപ്പുറം നമ്മൾ കാണേണ്ടത് അമേരിക്കയുടെ ഫോറിൻ പോളിസിക്ക് വിരുദ്ധമായിട്ടൊന്നും ഇസ്രയേൽ ഒന്നും ചെയ്യുന്നില്ല. ശരിക്കും ഇസ്രയേലിന് ചൈനയുമായിട്ട് സഹകരിക്കണമെന്നുണ്ട്. പക്ഷെ ഇസ്രയേൽ US-ന് ഈ അടുത്ത കാലത്ത് അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇസ്രയേലിനും വലിയ ഇപ്പോൾ ഈ ചൈനയുമായിട്ട് സഹകരിക്കുന്നില്ല. അതുപോലെ റഷ്യയുമായിട്ടും ഇപ്പോൾ ഇസ്രയേൽ കാര്യമായിട്ട് സഹകരിക്കുന്നില്ല. അപ്പോൾ ഇറാനുമായിട്ട് നമുക്കറിയാം, അമേരിക്കയുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്രയേലിന്റെ കൂടി ശത്രുക്കളായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രയേലിന്റെ കയ്യിലുള്ള ആയുധങ്ങൾ, അവരുടെ പണം, അവരുടെ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് വളരെയധികം അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു രാജ്യം ഒരിക്കലും ആ രാജ്യം ചെയ്യുന്ന പോലെ ഇന്ത്യക്ക് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ലോക ക്രമം അനുസരിച്ച് US-ന്റെയും അവരുടെ സഖ്യരാജ്യങ്ങളുടെ സപ്പോർട്ടുള്ള ആൾക്കാർക്ക് എന്തുമാകാം, എന്നാൽ അല്ലാത്ത രാജ്യങ്ങൾക്കൊന്നും കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് US-ന്റെയും അവരുടെ സഖ്യരാജ്യങ്ങളുടെയും നാറ്റോയുടെയും ഒക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഉക്രൈൻ ഇപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്നേ അടിയറവ് പറയുമായിരുന്നു റഷ്യയോട്. റഷ്യ യുക്രൈനേക്കാൾ ദുർബലമാണോ? അല്ലല്ലോ. ഇത്രയും ആയുധങ്ങൾ യുക്രൈന് കിട്ടുന്നത് US-ഉം നാറ്റോ അംഗരാജ്യങ്ങളും കൊടുക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പോയി ബംഗ്ലാദേശിനെ ആക്രമിച്ചാൽ അമേരിക്ക എന്ത് ചെയ്യും? ബംഗ്ലാദേശിന് പിന്തുണ പ്രഖ്യാപിക്കും. എങ്ങനെ യുക്രൈനെ മുമ്പിൽ നിർത്തി റഷ്യക്കെതിരെ യുദ്ധം ചെയ്യുന്നു, അതുപോലെ ബംഗ്ലാദേശിനെ മുമ്പിൽ നിർത്തി നമുക്കെതിരെയും യുദ്ധം ചെയ്യും. അതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.